ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ FC മൊബൈലിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് FC മൊബൈലിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതായിരിക്കും. ഇപ്പം ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, വാൾവേറിനെ കുറിച്ചുള്ളൊരു വീഡിയോ. അത് എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നാണ് എനിക്ക് വാൾവേറിനെ കിട്ടിയ 97 റേറ്റഡ് CMൻ്റെ പൊസിഷൻ വാൾവേറിൻ്റെയാണ്, ടീം ഓഫ് ദ സീസൺ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് നേരെ ആദ്യം തന്നെ ആ ഒരു കളി ഫോർഫിറ്റിനുള്ള റിവാർഡ്സൊക്കെ ക്ലെയിം ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർ പാസ് ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് സ്റ്റാർ പാസിൽ ഞെക്കാം. സ്റ്റാർ പാസിൽ നമുക്ക് 300 ജെംസ്, കോയിൻസും ബ്രോൺസ് പ്ലേയേഴ്സ് 6 ബ്രോൺസ് പ്ലേയേഴ്സ് കിട്ടിയിരിക്കുന്നു ഗൈസ്. നമുക്ക് അപ്പം എനിക്ക് ഒരു 300 ജെംസിൻ്റെ ഒരു പാക്കുണ്ട്, അത് തുറക്കാം. പിന്നെ എനിക്കിനി ഒരു 300 ജെംസും കൂടെ വേണം. ഗൈസ്, ഞാൻ മറന്നുപോയി. ഇന്ന് രാവിലെ ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് ലിമിറ്റ് ഇനി നാളെ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ ജെംസ് ശേഖരിച്ച് വെക്കാം. അപ്പോൾ നാളത്തേന് ഇതാവും. അപ്പോൾ നാളെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഉറപ്പായിട്ടും. നാളെ എന്തെങ്കിലും പ്ലേസ് കിട്ടുമായിരിക്കും, എൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ഡിവിഷൻ റൈവൽസിൽ നമുക്ക് മറ്റേ 2500 ജെംസ് കിട്ടുന്നതുണ്ട്. അതിനകത്ത് എനിക്ക് കുറവാണ്, 663 സംതിങ്ങേ ഉള്ളൂ. 1000 വേണം. അത് കുറേ ഹെഡ് ടു ഹെഡ് മാച്ച് കളിച്ചാലേ അത് ആകത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എക്സ്ചേഞ്ചസിൽ റെക്കമെൻഡഡ് ഫ്യൂച്ചർഡ്, അതിനകത്ത് ടോപ്പ് ഈവൻസിനകത്തൊക്കെ ആദ്യം തന്നെ മറ്റേ ഇന്ന് കിട്ടിയ UCL കോയിൻ പാക്കിൻ്റെ ആ ഒരു കോയിൻ വെച്ച് നമുക്കൊരു 100 ലാക്ക് റുപ്പീസ് കിട്ടി. ഇനി നമുക്കൊരു ഫ്രീ പാക്ക് ഉണ്ട് 70 to 88. അത് നമുക്ക് എന്തായാലും സിൽവർ പ്ലേയേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് നോക്കാം. അതേക്കെ ഒരു സിൽവർ പ്ലെയറും കോയിനും കിട്ടിയിട്ടുണ്ട്. അപ്പം സ്റ്റോറിയിൽ നിന്ന് നമുക്ക് പോവാം. നേരെ മിസ്റ്ററി സൈനിങ്സിനകത്ത് 2 സ്റ്റേഡിയമാണുള്ളത് ഗൈസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റേഡിയം അംബ്രാബാത്ത് ആൻഡ് ഗ്രൂയിസോയുമാണുള്ളത്. കംപ്ലീറ്റ് ആയി. ഇനി അത് കിട്ടണമെങ്കിൽ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ കിട്ടുന്നതായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ നമ്മുടെ ടീമിനകത്ത് പുതിയതായിട്ട് വന്നതാണ് നമ്മുടെ യൂസർ ലോഗോയ്ക്കകത്ത് റാക്കിസമിൻ്റെ യൂണിറ്റി എന്ന് പറയുന്ന മറ്റേ യൂണിറ്റിയും എൻ്റെ ഇന്ന് കിട്ടിയ റാക്കിസമിൻ്റെ ലാലിഗ വേഴ്സസ് റാക്കിസം യൂണിറ്റിൻ്റെ ആ ഒരു ലോഗോ അത് ഞാൻ എടുത്ത് എനേബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കീപ്പ് റാക്കിസം ഔട്ട് കിറ്റുണ്ട്, അത് നമുക്ക് ട്രൈ ചെയ്യാം. അത് വരുന്നില്ല ഗൈസ്, നോക്കട്ടെ, വെയിറ്റ് ചെയ്യാം ഗൈസ്, അത് വരുമായിരിക്കും. ഗൈസ് സ്റ്റക്കായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാൻ ഇപ്പോൾ വരാം ഗൈസ്. ആ സ്റ്റക്കായതാണ് ഗൈസ്. അപ്പോൾ ഹീറോസിൻ്റെ ഹീറോസ് എനേബിൾ ആയിട്ടുണ്ട്. ഷുവർ ഷോട്ട് എന്ന് പറയുന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്കിത് മോട്ടോർ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് ആദ്യം ഷുവർ ഷോട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇതൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ഇതുവരെ ഒന്നും തുടങ്ങിയിട്ട് പോലും ഇല്ല ഗൈസ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു എയിമൊക്കെ ഉണ്ട്. കിങ് കനൂൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ദ ആർട്ടിക് സോൾജിയർ ഇതുവരെ ആയിട്ടില്ല, അത് വരണം. അത് കഴിഞ്ഞ് അതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കണം, ദ ആർട്ടിക് സോൾജിയർ. പിന്നെ ഫ്ലാഷ് ഫ്രീസിനകത്ത് എന്തുവാ നോക്കാം. ഫ്ലാഷ് ഫ്രീസിനകത്ത് റിവാർഡ്സ് ഒന്നും ഇല്ല ഗൈസ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് റിവാർഡ്സ് ഒന്നുമില്ല. ഇത് കണ്ടക്ടറിനകത്ത് പ്രത്യേകിച്ച് റിവാർഡ്സ് ഒന്നും ഇല്ല, കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട്. ട്രിക്കി ബീസിനകത്തും റിവാർഡ്സ് കാണത്തില്ല, അത് ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് പോയിൻറ്റ്സ് ഇല്ല. മോട്ടോറിനകത്ത് റിവാർഡ്സ് ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോയി ടീം ഓഫ് ദ സീസൺ എടുക്കാം. ടീം ഓഫ് ദ സീസണിൽ ലീഗ് 1 അപ്ഡേറ്റ്സിൽ ലീഗ് 1 ഞാനൊരു മാച്ചും കൂടെ 25 പോയിൻറ്റ്സ് കിട്ടുന്ന ഒരു മാച്ചും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ആ ഒരു പസിലിൽ പോയിട്ട് ആ ബോൾ കണ്ടുപിടിക്കണം ഗൈസ്. ഇനി നമുക്ക് ലക്കുണ്ടെങ്കിൽ ആ ബോൾ കണ്ടുപിടിക്കാം ഗൈസ്. നമുക്ക് എല്ലാവരും മാച്ച് പോയിരുന്ന് എൻജോയ് ചെയ്യാം.
ഗൈസ് അപ്പം നമ്മൾ 1-0 ഡൗൺ ആണ് ഗൈസ്. അപ്പം നമ്മൾ 2 ഗോൾ അടിച്ച് നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വുഡ്സ് ഒരു ഗോൾ അടിച്ചു. അപ്പം 1-1 ആയിരിക്കുകയാണ് ഗൈസ്. 67-ാം മിനിറ്റിൽ വുഡ്സ് ഒരു ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. നല്ലൊരു ഗോളായിരുന്നു. ഇനി നമുക്കൊരു ഗോളും കൂടെ അടിക്കണം ഗൈസ്. സിദാനിലോട്ടൊരു പാസ്. സിദാൻ ഫിനസ് അടിക്കാൻ നോക്കുന്നു ഗൈസ്. പക്ഷെ സിദാനെ ഫിനസ് ഇല്ലെന്നാണ് തോന്നുന്നത്. ഫിനസ് വർക്കാവുന്നില്ല. സിദാൻ വന്നിരിക്കുന്നത്, സിദാന് കൊടുത്ത് വുഡ്സിന് കൊടുത്തിരിക്കുന്നു ഗൈസ്. വെർണറിന് കൊടുത്ത് വെർണർ ഫിനസിനായിരിക്കും ട്രൈ ചെയ്യുന്നത്. വെർണർ ഫിനസിന് തന്നെയാണ് ഗൈസ് ട്രൈ ചെയ്യുന്നത്. ആയില്ല. വീണ്ടും വെർണറിൻ്റെ ബോൾ കിട്ടിയിരിക്കുന്നു ഗൈസ്. വെർണറിൻ്റെ കയ്യിൽ നിന്ന് ബോൾ പോയി ക്ലിയർ ചെയ്ത് വിട്ടു. അപ്പം ഇപ്രാവശ്യം ഞാൻ ഗോൾ കീപ്പർ റഷിനെ എടുത്തു. ഡിലൈറ്റ് അത് ഡിഫെൻഡ് ചെയ്തു. സിദാന് കൊടുത്തിരിക്കുന്നു. സിദാൻ ഹാവേർട്സിന് കൊടുത്തു. ഹാവേർട്സിൻ്റെ ഷോട്ട് ഗോൾ ഗൈസ്. നൈസ് ഗോളായിരുന്നു. ഹാവേർട്സിൻ്റെ ഒരു ഫിനിഷ് ഷോട്ട് നല്ല ഗോളായിരുന്നു ഗൈസ്. ഹാവേർട്സ് ട്രൈ ചെയ്യുന്നു. ഡിലൈറ്റിന് കിട്ടിയിരിക്കുന്ന ബോൾ ഡിലൈറ്റ് റോഡ്രിഗോയ്ക്ക് കൊടുക്കുന്നു. റോഡ്രിഗോ റൈറ്റ് വിങ്ങിൽ കൂടെ ഓടുന്നു. റോഡ്രിഗോ ഷോട്ടിനായിരിക്കും ട്രൈ ചെയ്യുന്നത്. റോഡ്രിഗോ ഷോട്ട് ചെയ്യുന്നു. ഗുഡ് സേവ് ഫ്രം ദ ഒപ്പോണന്റ് കീപ്പർ. 55 മിനിറ്റ് ആയപ്പോൾ നമ്മളാണ് ലീഡ്. ഇപ്പം 2-1 എന്ന ലീഡിൽ നമ്മൾ ലീഡെടുത്തിരിക്കുന്നു. നല്ലൊരു ലീഡാണ് ഗൈസ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. 25 പോയിൻ്റ് കിട്ടിയാൽ നമുക്ക് ആ ബോൾ ലക്കുണ്ടെങ്കിൽ കിട്ടും. ലക്ക് കാണുമോ നമുക്കറിയത്തില്ല. ഹാവേർട്സിൻ്റെ ഒരു ഫിനിഷ് ഷോട്ട് ഗൈസ് ക്രോസ് ബാറിൽ തട്ടുന്നു ഗൈസ്. സെക്കൻഡ് ചാൻസ് റോഡ്രിഗോയ്ക്ക് അടിക്കാൻ പറ്റുന്നില്ല. ഹാവേർട്സ് അടിച്ച ചാൻസ് ക്രോസ് ബാറിൽ കൊള്ളുന്നു ഗൈസ്. അപ്പം നമ്മൾ എന്തായാലും മാച്ച് ജയിച്ചിരിക്കുകയാണ്. ഗൈസ് നമുക്കപ്പോൾ റിവാർഡ് കിട്ടും ഗൈസ്. ഇപ്പോൾ റിവാർഡ് കിട്ടുന്നതായിരിക്കും ഗൈസ്. റിവാർഡ് കിട്ടി നമുക്ക്. അപ്പോൾ നമുക്ക് നേരെ പോയി ആ 50 പോയിൻറ്റ്സ് ക്ലൈം ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ക്ലൈം ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് മറ്റേ ബോൾ കണ്ടുപിടിക്കാൻ ലക്കുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോയി ചെയ്യാം. ഇനി ഞാൻ ആദ്യം ക്ലൈം റിവാർഡിനാണ് നോക്കട്ടെ ഗൈസ്. 0 പോയിൻ്റ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഗൈസ്. ഇത് വർക്കാവുന്നില്ല ഗൈസ്. നമുക്ക് പസിൽ നോക്കാം ഗൈസ്. നമുക്ക് നേരെ പോയി പസിൽ നോക്കാം. ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് 1 വെച്ച് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് 1 വെച്ച് തന്നെ നമുക്കിപ്പോൾ തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അതിൽ ലക്കില്ല ഗൈസ്. ഫസ്റ്റ് 1 ലക്കില്ല. കിട്ടിയത് വെറും 1000 കോയിൻസാണ്. സെക്കൻഡ് 1 ട്രൈ ചെയ്യാം. സെക്കൻഡ് 1 നമുക്ക് ഏറ്റവും ലാസ്റ്റത്ത് പോകാം. അതിനും ലക്കില്ല ഗൈസ്. ഞാൻ പറയാനാ ഗൈസ്. ആദ്യത്തെ 2 ട്രയൽ ലക്കില്ല. 20 പോയിൻ്റ് ടോച്ച് പോയിൻ്റ് വേസ്റ്റായി ഗൈസ്. ഇനി 30 ബാക്കിയേ ഉള്ളൂ. ഞാൻ സെൻറ്ററിലോട്ടൊന്നും പോയി നോക്കട്ടെ. സെൻറ്ററിൽ കിട്ടുമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സെൻറ്ററിലും കിട്ടിയില്ല ഗൈസ്. വീണ്ടും 1000 കോയിൻസാണ്. ലക്കുണ്ടോ ഗൈസ്? 30 പോയിൻ്റ് വേസ്റ്റായി ഗൈസ്. 20 പോയിൻറ്റും കൂടെ ബാക്കിയുള്ളൂ. ഇനി ഞാൻ സെൻറ്ററിൻ്റെ താഴെയുള്ള ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പം പറ്റുമെങ്കിലോ ട്രൈ ചെയ്ത് നോക്കാം. അതിലും ലക്കില്ല ഗൈസ്. അവസാനത്തെ ട്രൈ ആണ് ഗൈസ്. ഇതിൽ ലക്ക് കാണുമോ ഗൈസ്? നമുക്ക് ഏറ്റവും സൈഡിലത്തെ സെൻറ്റർ 1 പോയി നോക്കാം. എന്നിട്ട് പോയി നോക്കാം ഗൈസ്. ഇതിൽ ലക്ക് കാണണേ. ലക്കുണ്ടോ ഗൈസ്? നമുക്ക് ഗൈസ് എല്ലാ ട്രയലും 50 ട്രൈ 5 ട്രയൽ നമുക്ക് ബോൾ കിട്ടിയില്ല ഗൈസ്. 50 പോയിൻറ്റ്സ് വേസ്റ്റായി. ഇനി നാളെ നമുക്ക് ഇതാകത്തുള്ളൂ. അപ്പോൾ നാളെ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.